അവന്റെ അപ്പടെ ക്ലോസറ്റ് വാടക എന്ന് പറഞ്ഞ് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങുന്ന കാശല്ലേ? ജാമ്പോന്റെ കാലത്തുള്ള കക്കൂസ് വാങ്ങിച്ചത് പുട്ടൂല്ലേ? അത് പൊട്ടിച്ചോ? വാടകയും മേടിച്ച് കുറ്റടിക്കാൻ താൻ വേറെ വല്ല പണിക്കും പോടോ തടിയാ. ഇത് എന്റെ വീട്ടിൽ കണ്ണൂത്തി പൊട്ടിച്ചാണ്. നിന്റെ കൊച്ചപ്പൻ ഗിൽബർട്ടിന് വാടകയ്ക്ക് കൊടുത്ത വീടായത്. അവന്റെ ശല്യം ഒഴിവായല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരൊറ്റ ആഴ്ചക്കെന്ന് പറഞ്ഞ് നീ ഒരുത്തൻ കയറി വന്നത്. നീ മാറിയില്ലെന്ന് മാത്രമല്ല, പുറകെ 3 വേറെയും. ഒരുത്തൻ വന്ന് എൻ്റെ പേപ്പർ വായന നിർത്തി. ഇപ്പം ചായ കുടി. ഇന്നലെ വന്ന് കയറിയ ആ തടിയൻ ഈ വീട് തകർക്കും. അത് ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് പൊട്ടിച്ച ക്ലോസറ്റ് മാറ്റിവെച്ചോ, അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇറക്കുന്ന കാര്യം എനിക്ക് ബാപ്റ്റിസ്റ്റിനോട് പറയേണ്ടി വരും. ബാപ്റ്റിസ്റ്റ്. ഇപ്പൊ നീ ചെല്ലേ. നാല് ദിവസം അപ്പിടാതിരുന്ന നീയൊക്കെ വടിയുമ്മ പാമ്പ് വരുന്നത് പോലെ എൻ്റെ അരികെ വരും. അല്ല, ആരാ ഈ ബാപ്റ്റിസ്റ്റ്? നിനക്കറിയോ അയാളെ? എടാ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാറിൽ ഒരിക്കൽ ആള് വന്നിട്ടുണ്ട്. Keep the change. Thank you, sir. 100, 500, 1000, 1500. അത് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും. ഈ ചങ്ങായി ആരാ? ഇനി ഇവിടെ ഒരുത്തനും ബാപ്റ്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കരുത്. ഇനി ഞാൻ ക്ലോസറ്റ് പൊട്ടിച്ചേക്കാനുള്ള ബാപ്റ്റിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കുവോ? അത് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓമനക്കുട്ടാ, നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാ നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. ഞാനില്ല, ആ വീട്ടിലേക്ക് പോണേക്കാ നല്ലത്. ചാവുന്ന ഓമനക്കുട്ടാ, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. അബദ്ധോ? എടാ, ഞാൻ അടുക്കള വരെ പോവാ, വിശക്കണു. നീ എന്തൊക്കെയാ അങ്ങനെടാ? തുളസി എന്ന് പറയുമ്പോ ഓടി വരണല്ലോ അയാള്. എടാ, ബാപ്റ്റിസ്റ്റ് ആള് പ്രശ്നക്കാരനാ. എന്ന് വെച്ചാൽ ഈ ഊള കേസൊന്നും പിടിക്കില്ല. പിന്നെന്ത് മറ്റേനാണ് നീയൊക്കെ അയാൾ പറഞ്ഞാണ് മറ്റേ കെട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞത്? മനുഷ്യന്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. എടാ, ഞാൻ അങ്ങനെങ്കിലും അവൻ തിരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞാണ്. തിരിച്ചു പോട്ടേന്ന്? അയ്യേ, പൊന്മുട്ടിടുന്ന താറാവാണ്, അങ്ങനെയൊന്നും കൊല്ലാൻ പറ്റൂല. അതേടാ, അവനിട്ട് ആദ്യത്തെ മുട്ട എന്ന് പൊട്ടിയത്. നീ വളർത്തിക്കോടാ. നമ്മുടെ കൂടെ വന്നിട്ട് അവൻ ചെക്കൻ എത്ര ദിവസമായി? 2 ദിവസമായില്ലേ? ഇതുവരെ ആരെങ്കിലും വിളിച്ചാ? ഇല്ലല്ല. എനിക്കിപ്പോഴാണ് കാര്യങ്ങളൊക്കെ കിടപ്പ് മനസ്സിലായത്. എടാ, അവൻ ആത്മഹത്യ ചെയ്യേണ്ടവനാണ്. അല്ലെങ്കിൽ നമ്മൾ 3 പേരും മിക്കവാറും ആത്മഹത്യ ചെയ്യേണ്ടി വരും. എടാ, അവൻ ആരാന്ന് നിനക്കൊന്നും അറിയില്ല. അതൊക്കെ വിട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം തെളിയാൻ പോവാണ്. ഇനി നമുക്ക് വെച്ചടി കേറ്റൊരിക്കും. വെച്ചടി നല്ല കേറ്റമായിരിക്കും. ചോദിക്കുന്ന കാശ് മുഴുവൻ കിട്ടണമെന്ന് അവൻ വാശി പിടിക്കുന്നത് ഒരു അത്യാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കയ്യിലിരിക്കുന്ന മുതലിന് അവൻ പറയുന്നതാണ് വില. നമുക്കത് ആവശ്യമായിട്ടല്ലേ? എന്നാലും ആദ്യത്തെ ഡീലാ, കണ്ടിട്ട് അവനാളത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല. വെടിപ്പിന്റെ കാര്യത്തിൽ നമ്മളും തീരെ മോശമല്ലല്ലോ. പക്ഷേ ഡീൽ ടൈമിൽ പാസ് പിസ്റ്റ് തനിച്ച്
ബാപ്റ്റിസ്റ്റ്. പാസ്പെസ്റ്റ്. തനിച്ചു വരണമെന്നുള്ള വാശി അതാ മനസ്സിലാവാത്തത്. അവനും തനിച്ച് തന്നെയല്ലേ വരുന്നത്. ഇങ്ങനത്തെ കച്ചവടത്തിൽ ആദ്യം പരസ്പര വിശ്വാസമാണ് വേണ്ടത്. താൻ ടെൻഷൻ അടിക്കണ്ട. ഞാനിത് ഇന്നും ഇന്നലെ കളിക്കാൻ തുടങ്ങിയതല്ല. മ്യൂസിയത്തിൽ നിന്നും കോടികൾ വിലയുള്ള ഡയമണ്ട് അജ്ഞാതർ മോഷ്ടിച്ചു. മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഡയമണ്ട് എടാ, രാജവംശം നിനക്ക് ഇങ്ങനെ വല്ല പരിപാടി പ്ലാൻ ചെയ്തൂടെ? നല്ല കാശായിരിക്കും. നന്നായിരിക്കും. വ്യക്തമല്ല. എന്നാൽ മോഷ്ടാവിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് കേസന്വേഷണം നടത്തുന്ന SP രഘുറാം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു. சரி சரி, நான் தனியா வரேன். நீயும் அதை மறந்துடாத. தனியா தானே வர? தேங்க்ஸ். தேங்க்ஸா? சரி, எந்த இடம்னு சொல்லு. அந்த டைம்ல சொல்றேன். இதை பார் பேப்டிஸ்ட், நான் விசுவாசமாக இருந்தால் ரொம்ப விசுவாசமாக இருப்பேன். என் கூட விளையாடணும்னு நினச்சேன், உன்னை கூட பெருசாக விளையாண்டுருவேன். ஸோ நான் எப்படி இருக்கணும் நீ தான் முடிவு பண்ணணும். கரெக்டு தான். ஆனா முடிவு பண்ற இடத்துல எப்பவுமே நான் தான் இருப்பேன். താനിത് എവിടെ കൊണ്ടേ കളയാനാണ്? നീ കഴിച്ചോ ഓമനക്കുട്ട, കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. നിറച്ച് കോൺഫിഡൻസ് ആണല്ലോ അവിടെ. ഇതും കൂടി കഴിച്ചോ. കോൺഫിഡൻസ് നല്ലതാണ്. കുറച്ച് കോൺഫിഡൻസും കൂടെ ഓർഡർ ചെയ്യൂ ചേട്ടാ. നീ കഴിക്കുന്നില്ലേ? അകത്തുള്ള കൊണ്ട് തട്ടാൻ സ്ഥലമില്ല, അപ്പോഴാ അകത്തോട്ട് തട്ടുന്ന. ബാബാ രാംദേവ്, നീ രാവിലെ ആസനമൊക്കെ തുടങ്ങിയ? ആസനല്ലടിയാ, രാവിലെ തുടങ്ങിയ വിളിയാ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നീ വേറെ എന്തിനേലും കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇവനെ കണ്ട എന്ത് സ്ഫോടനാണ്. വല്ല ആവശ്യമുണ്ടാ? ചേട്ടന്മാർ രണ്ടുപേരും ഇത് പിടിച്ചിരുന്നോളൂ. നീ എവിടെ പോടാ? ഇനി നിന്ന പൊട്ടുകളിയാ. എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ നോട്ടെ. എടാ ഞാനും ഉണ്ടാ, എന്നോട് കൊണ്ടുപോകും പ്ലീസ്. നോക്കട്ടെ ഓമനക്കുട്ട, അയാളുടെ വീടിന്റെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ഞാണ്ട് ആദ്യം ഞാൻ കയറുവേ. ആഹാ, അനിയന്മാരെ അപ്പിടാൻ വന്നായിരിക്കും അല്ലേ? എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്നേ. അതുകൊണ്ട് ഈ ഗജനാവിന് ഞാനൊരു കൂട്ടങ്ങ് വാങ്ങി. പിന്നെ കണ്ട നസ്രാണികൾക്ക് കാര്യം സാധിക്കാനല്ല ഞാൻ ഈ കക്കൂസ് പണിതത്. മിസ്റ്റർ പിള്ള, ഓമനക്കുട്ട ഞാൻ നായരാ. മാർഗം കൂടിയതാവും. ഇവന്മാരെ കാണുന്നില്ലല്ലോ, കഴിഞ്ഞില്ലേ? ആ തടിയൻ ആദ്യം കേട്ടോണ്ടിരുന്നാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ അതും പൊട്ടിക്കും. അയാളവിടെ താഴോട്ട് കൂട്ടി. ഇതിനാദ്യം ഞാൻ കൊല്ലും, പിന്നെ ഞാൻ അയാളെ കൊല്ലും. എന്നിട്ട് ഞാൻ രണ്ടിടത്തിന് കറി വെച്ചല്ലേ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് എനിക്ക് ഇതിൽ ചെയ്യും. ഇവരെന്താ കാണിക്കണേ? ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞ സൂത്രമുണ്ട്, മാനം കാണാത്ത കല്ലെടുത്ത് 3 പ്രാവശ്യം വയറ്റത്തൊഴിഞ്ഞ ഒഴിഞ്ഞാല് അപ്പിടാൻ മുട്ടൂല.
പിന്നെ കല്ലൊഴിഞ്ഞ് പോക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അപ്പി തിരിച്ച് മേളിലേക്ക് കയറി പോവല്ല.